ഇന്നത്തെ മക്കൾ മുൻകാലങ്ങളിലെ പോലെയല്ല. ശിക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ വഴിപിഴയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിലും സത്യം അതാണ്. 50% കുട്ടികളും ഒന്നുകിൽ സ്നേഹം കൂടുതലിൻ്റെ പേരിൽ സുബന്ധത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. മാതാപിതാക്കൾ ഗുരുക്കന്മാരറിയുന്നതേയില്ല. തീരെ വഷളാകുമ്പോൾ മാത്രം അറിയുകയും വഴി പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കും ലിയോസ് മാറി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇടപെടാനുള്ള അവകാശവും അവസരവും യഥാർത്ഥത്തിൽ ലിയോ പ്രസ്ഥാനത്തിനാണ്. പ്രത്യേകിച്ചും ലയൺസ് ക്ലബ്ബ് പോലുള്ള മഹത്തായ സംഘടനയ്ക്ക്. ഞാൻ അടുത്തിടെ ഒരു ADGPയുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് UPS തലത്തിൽ നിന്നും തന്നെ കുട്ടികൾ ഡ്രഗ്സുകൾക്ക് അടിമയായി മാറുന്നു. ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷെ അവസരവുമുണ്ട്. എത്ര ശതമാനം ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുമെന്നത് അദ്ദേഹം പറഞ്ഞത് 30% മാത്രമാണ് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നത്. സ്കൂൾ തലത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല, കോളേജ് തലത്തിൽ കയറാൻ കഴിയുന്നില്ല. നിയമം കർക്കശമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷെ പാലിപ്പിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും. പാശ്ചാത്യ സംസ്കാരം നമ്മളിലേക്ക് ഉടലെടുക്കുമ്പോൾ കൂട്ടുകുടുംബങ്ങളായിരുന്ന നമ്മൾ എല്ലാവരെയും ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും വളർന്നു വന്നവരാണ്. ആ കാലഘട്ടം ഇന്ന് മാറി. അവരുടേതായ ശൈലിയിലും ജീവിത നിലവാരത്തിനൊത്ത് ഉയർന്നോ താഴ്ന്നോ ഒക്കെ ജീവിച്ചു വരുന്നവരായി മാറിയിരിക്കുന്നു. ശിക്ഷണം കൊടുക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല. മാതാപിതാക്കൾ സ്നേഹിച്ചും ലാളിച്ചും അതിനും കഴിയുന്നില്ല. ഇനി വഴക്ക് കൂടുതൽ പറഞ്ഞാൽ വീട് വിട്ടിറങ്ങിപ്പോകുന്ന മക്കളായി മാറുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും സംയമനം പാലിക്കുന്നു. സത്യം എത്രയൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ജീവിത നിലവാരത്തിലും പഠനത്തിലും വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. കേരളീയരെന്ന് കേട്ടാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ലോകത്ത്, ഞാൻ പറയാൻ വരുന്നത് ലോകത്ത് ആദ്യം മലയാളികൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിലുണ്ട് എന്നത് വാസ്തവമാണ്. ഏത് ലോകത്തും കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലുള്ളവരാണെങ്കിൽ പോലും അവരെ മുഖവിലക്കെടുക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശൈലിയാണ്. ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മിൽ മാത്രം നിക്ഷിപ്തമായ ശൈലി. അതാണ് ഇന്ന് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശൈലി കൂടുതൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മെ പുറകോട്ട് താഴ്ത്താനും ചില ചിത്രശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് താനും. അവർക്ക് വേണ്ടത് ലാഭമാണ്. പണക്കൊതിയിൽ മൂത്ത ബിസിനസ്സുകാരൻ്റെ മൂർധന്യാവിൽ വരുന്നത് സ്വന്തം മക്കളാണെന്നോ അന്യമക്കളാണെന്നോ എന്നൊന്നുമില്ല. അവർക്ക് സമ്പാദ്യം മാത്രം. ആ സമ്പാദ്യം കുമിഞ്ഞു കൂട്ടുന്നതിന് നമ്മെ എല്ലാം കരുക്കളാക്കി മാറ്റുന്നു, നാം അറിയാതെ തന്നെ. അത് മാറ്റിയെടുക്കുന്നതിന് ലിയോ പ്രസ്ഥാനത്തിന് കൂടുതൽ കഴിയണം. നമ്മൾ തന്നെ ഒരുമിച്ച് നിന്ന് നല്ല നാളേക്കും നല്ല നാടിനും വേണ്ടി പ്രയത്നശാലികളായി മാറണം. വിദ്യാസമ്പന്നരെങ്കിൽ കുട്ടികളുടെ രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്ത് നശിക്കാൻ പാടില്ല. നശിപ്പിക്കപ്പെടാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കരുതലോടെ തടയാനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം. അങ്ങനെ കേരളത്തിലുടനീളം നമുക്കൊരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഈ പൊതുസ്വത്തായ മക്കളെ നമുക്ക് നമ്മൾ ശീലിച്ച ആശയങ്ങളോടും ആദരവിനോടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മിൽ നിന്ന് അകലില്ല എന്ന ഉറപ്പ് സമ്പാദിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടി നമ്മൾ പ്രയത്നശാലികളാകണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മികവുറ്റ കുട്ടികൾക്ക് നാളേക്ക് നല്ല മക്കളായി വളരാനും
ലോകം അറിയുന്നവരായി ശ്രദ്ധിക്കപ്പെടാനും കഴിയട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.